ഹലോ ഗൈസ്, ഇന്ന് ഞാൻ കടച്ചക്ക വെച്ച് ഒരു മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ വറുത്തരച്ചിട്ട് ഒരു മസാലക്കറി. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാൻ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ചക്കയുടെ തോലെല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുക്കട്ടെ. ഈ ചക്ക മുറിച്ചെടുക്കുന്ന സമയത്ത് നമ്മളത് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം, അല്ലെങ്കിൽ ചക്ക പെട്ടെന്ന് കറുത്തു പോകും. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ട് ഒരു 10 ചെറിയുള്ളിയും 2 തക്കാളിയും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായി ഒന്ന് മുറിച്ചെടുക്കാം. എന്നിട്ടൊരു പാൻ വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്. അതൊരു 3-4 മിനിറ്റ് ഇളക്കിയ ശേഷം അതിലേക്ക് നമുക്ക് തക്കാളിയും കൂടെ ചേർത്തൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാൻ വയ്ക്കാം. ഈ തക്കാളിയെല്ലാം വേവുന്ന നേരം കൊണ്ട് ചക്ക കഴുകി കുക്കറിലേക്ക് ഇടാം. പിന്നെ അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച തക്കാളി ഉള്ളി ചേർക്കാം. അതിൽ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ഗ്ലാസ് വെള്ളം, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാൻ വയ്ക്കാം. നമ്മൾ കുക്കറിൽ ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ ഇട്ടാൽ ചക്ക നല്ലപോലെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ചക്ക വേവുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങയും കൂടെ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അരമുറി തേങ്ങയാണ് എടുത്തെടുക്കുന്നത്. അതിട്ട് അതിലേക്ക് 2 പച്ചമുളക്, ഒരു 4 ചെറിയുള്ളി, ഒരു പീസ് ഇഞ്ചി, 1/4 സ്പൂൺ പെരിഞ്ചീരകവും കൂടെ ചേർത്ത് നല്ലപോലെ വറുത്തെടുക്കാം. തേങ്ങ നല്ല ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ചക്കയെല്ലാം നല്ലപോലെ ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത തേങ്ങയൊന്ന് തണുത്തിട്ട് നമുക്ക് അരച്ച് അതിലേക്ക് ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ വറുത്തിട്ടാൽ നമ്മുടെ ടേസ്റ്റിയായ കടച്ചക്ക മസാലക്കറി റെഡി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.